എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട്. ആ ടാങ്കൊക്കെ ഇരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് 2026 ജൂൺ 28. അപ്പോൾ ഇത് കാലത്തെടുത്ത വീഡിയോ കേട്ടോ. ഒരു പയ്യൻ മീൻ വാങ്ങാൻ വന്നപ്പോൾ ഞാൻ മീനൊക്കെ ഉള്ള ഏരിയയിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ ഒരു ടാങ്കിൽ റെക്സോട്ടയിലും ഒരു ടാങ്കിൽ ജയിൽ ഗൗരാമിയുണ്ട്, പിന്നെ ഒരു വലിയ ടാങ്കിൽ റെക്സോട്ടയിലും ഉണ്ട്. അപ്പോൾ ഇതാണ് റെക്സോട്ടയിലിൻ്റെ ടാങ്ക്. അതിൽ കിടക്കുന്ന ചണ്ടികളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ഇരുമ്പ് നെറ്റ് അതിന് മുകളിൽ വെച്ചിരുന്നു. ആ ചെറിയ ടാങ്കാണ് റെക്സോട്ടയിലുണ്ടായിരുന്നത്. അതിലത്തെ നെറ്റ്, ഇരുമ്പിൻ്റെ നെറ്റ് എടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ള ജയിൻറ്റ് ഗൗരാമിയുടെ ടാങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു. ജയിൻറ്റ് ഗൗരാമിയുടെ ടാങ്ക് ഇതുപോലെ മൂടിയിരുന്നു. ആ നെറ്റ് താഴെയും കിടക്കുന്നുണ്ട്. അതിന് മുകളിൽ വെച്ച കല്ലും താഴെ കിടക്കുന്നുണ്ട്. റെക്സോട്ടയിലിൻ്റെ ടാങ്കിലാണെങ്കിൽ ഈ ടാങ്കൊക്കെ ഇരിക്കുന്ന ഏരിയയിൽ ബ്രീഡിങ് കേജിൻ്റെ ഒരു നെറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ചണ്ടികളെല്ലാം പുറത്ത്. ഇതാണ് കുറച്ച് ആദ്യം റെക്സോട്ടയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് പിടിച്ച് ഞാൻ മാറ്റിയിട്ടിട്ടുള്ളതാണ് ആ ടാങ്കിലേക്ക്. ഒരു മീൻ ചത്ത് കിടക്കുന്നുണ്ട്. അമ്മ പറഞ്ഞിരുന്നു കുറച്ച് മീനോട് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചു ഞാനെങ്ങാനും ചണ്ടി വാരി കളയുമ്പോൾ ചത്തതാവുന്നു. നമ്മളാണെങ്കിൽ വെള്ളമൊന്നും മാറ്റിയിട്ടില്ല, ചണ്ടി ഒന്നും കളഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇതാണ് അങ്ങോട്ട് പോണ വഴി. മഴയൊക്കെ ആയപ്പോൾ ഭയങ്കര പുല്ലാണ്. ഈ അടുത്ത് വെട്ടിയുള്ളോ, എന്നാലും വീണ്ടും പുല്ലൊക്കെ ഒന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഇനി അതിനുള്ള ജയിൻറ്റ് ഗൗരാമിനൊക്കെ ഒന്ന് മാറ്റിയിടണം. അങ്ങനെ വഴിക്ക് വിടാൻ പോയതാണ്. ഇതാണ് മീൻ വളർത്തുന്ന ഏരിയയിലേക്ക് പോകുന്ന വഴി. ആദ്യം കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു, ഗപ്പി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നിർത്തി റെക്സോട്ടയിൽ ഫ്ലാറ്റ് ഇപ്പോൾ വളരെ കുറച്ചുള്ളൂ. വേറെ ഏരിയയിൽ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ജയിൻറ്റ് ഗൗരാമീനെ ഇവിടുന്ന് പിടിക്കണം. എന്നിട്ട് വേറൊരു ടാങ്ക് ഉണ്ട്, അതിൽ കൊണ്ടുവിടണം. ഒരു ജയിൻറ്റ് ഗൗരാമി ഉള്ളൂ, ആൽബിനോ ആണ്. ഈ ജയിൻറ്റ് ഗൗരാമി 4 കൊല്ലമൊക്കെ കഴിയണം തോന്നുന്നു, ഈ ഫീമെയിലും മെയിലൊക്കെ തിരിച്ചറിയണമെങ്കിൽ. ഇത് ഞാൻ വളരെ ഒരു 3 ഇഞ്ചിൻ്റെ അടുത്തൊക്കെ ഉള്ളപ്പോൾ ഒരു 300 രൂപയ്ക്ക് മേടിച്ച മീനാണ്. ഇപ്പം 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വലുപ്പമായിട്ടുണ്ട്. എന്തോ ബാക്കി ഈ മീനൊന്നും പറ്റിയില്ല. എന്നാണ്ടായതൊന്നും നമുക്കറിയില്ല. ഇതിൽ വെള്ളം അലമ്പാകാൻ കാരണം അടുത്തൊരു കുടംപുളി ഉണ്ട്, അതിലത്തെ ഇലകൾ വിടും. നെറ്റ് ഇരുമ്പിൻ്റെ നെറ്റാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല പിടച്ചിലാണ് ആള്. മീനിനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിയാണ് ആൾക്ക്. വഴിക്ക് വിടാൻ പോയ ആ ഏരിയ നല്ല പേടി കൂടുതലാണ്. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്കൊന്നും ചിലപ്പോൾ തീറ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കണ്ടാൽ അങ്ങനെ പതുങ്ങിയിരിക്കും. അങ്ങനെ ഈ ടാങ്കിക്കാണ് തൽക്കാലം ഇടണത്. ഇതധികം എന്താ പറയുക, താഴ്ച അധികം ഇല്ല. വെള്ളം ഇല്ലാത്ത കാരണം അവനങ്ങനെ ചെരിഞ്ഞൊക്കെ നിൽക്കുക. കണ്ടോ, ഇനി അവൻ്റെ ടാങ്ക് കഴുകി ഇങ്ങോട്ട് കൊണ്ടുവരണം. അവനാണ് അവളാണെന്നൊന്നും അറിയില്ല കേട്ടോ. അത് ഇതിൻ്റെ ഒരു രൂപമൊക്കെ കണ്ടിട്ട് നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഫീമെയിലാണെന്നാണ് തോന്നണേ. ആള് ചാടി തിരിച്ച് പിടിച്ചിട്ട് വലയൊക്കെ വെച്ച് ഞാൻ ഒരു ബാറിലൊരു മരത്തിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 29-ാം തീയതി ഞാൻ അതിൻ്റെ ടാങ്ക്, ആദ്യം ഇട്ടുകൊടുന്ന ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചു. പിന്നീട് 30-ാം തീയതി ഒരു കാലത്തേക്കായിട്ട് ഞാൻ അതിലേക്ക് മീനിട്ടു. ഈ മീനെ പിടിക്കാൻ വേണ്ടി പുതിയൊരു നെറ്റൊക്കെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു ഈ അടുത്ത്. ഇതുണ്ടാവണതിൻ്റെ തലേദിവസമാണ് പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റെ ഫ്രെയിം വെൽഡ് ചെയ്ത് വന്നതാണ് അതാ ഈ നെറ്റ്. എന്നിട്ട് വല വെച്ച് തുന്നി. ഇതാണ് മീൻ നമ്മുടെ. ആൾ അത്യാവശ്യം വലുപ്പമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് കാരണം കൊടുക്കാനും തോന്നുന്നില്ല. ഞാൻ അങ്ങനെ നിർത്തി കൊടുക്കുക. ഒരെണ്ണത്തിനും കൂടി മേടിക്കണം ഇനി. ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് കൺഫേം ആയിട്ട്. അപ്പോൾ അങ്ങനെ അവനെ പുതിയ ടാങ്കിക്കൊക്കെ ഇട്ടു. ഇന്നിപ്പോൾ 1-ാം തീയതി. ഇന്നാണ് തീറ്റയൊക്കെ ഒന്ന് തിന്നു തുടങ്ങി റെഡിക്ക്. അതിൻ്റെ ഇടയിൽ പെല്ലറ്റും 2 ചേമ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെല്ലറ്റ് കഴിച്ചൊന്നും എനിക്കറിയില്ല. ചേമ്പിൻ്റെ ഇലയ്ക്ക് അതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നോക്കിയപ്പോൾ, ഇന്ന് വെച്ചാൽ 1-ാം തീയതി നോക്കിയപ്പോൾ ഇലയൊക്കെ ഒരു പകുതി കഴിച്ചിട്ടുണ്ട്. ഇനിയെ കഴിച്ചു തുടങ്ങും പതുക്കെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എന്താണ് ഉണ്ടായതെന്നൊന്നും അറിയില്ല.
ആ റെക്സോട്ടൈലിൻ്റെ ടാങ്കിലത്തെ മീനുകളെല്ലാം പോയി. അതിലൊരു മീനുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നോക്കിയപ്പോൾ ഒരെണ്ണത്തിലൂടെയും കണ്ടു, ചെറിയ റെഡ്, ചുവന്ന കളറായ കാരണം വേഗം അറിയാമല്ലോ. അതിൽ നിറച്ച് ഈ പൂപ്പൽ പോലത്തെ ഈ പായലുകളായിരുന്നു, അതൊക്കെ താഴെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ആ വലിയ ടാങ്ക് അതിലേക്ക് പിടിച്ച് മാറ്റി വരണം. അവറ്റേനും കൂടി ഇങ്ങോട്ട് കൊടുന്ന് വയ്ക്കണം. ഇതിപ്പോൾ എൻ്റെ ഒരു റൂമിൻ്റെ ഒക്കെ സൈഡിലുള്ള മുറ്റുണ്ട്, അവിടെയാണ്. കുഴപ്പമില്ല, ആൾ ഉഷാറാണ്. ഇതാണ് അവൻ്റെ ടാങ്ക്. അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്യണം. നമ്മുടെ ചാനലിൽ തന്നെ പല വക വീഡിയോകളൊക്കെ ഉണ്ടാവും. പിന്നെ കണ്ടൻറ്റൊന്നുമില്ല.